ഈ ഒരു 2026 ജാനുവരിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ വീട് മേടിക്കാനും അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കനേഡിയൻ റിയൽ എസ്റ്റേറ്റിനെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതൊരു ക്രാഷിങ്ങിലേക്കാണോ പോകുന്നത്, അതോ മാർക്കറ്റ് ഒന്ന് പിക്കപ്പായി വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഈ 2026 തുടക്കത്തിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ട്. ബയേഴ്സിന് കൂടുതൽ മാർക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട്, കൂടുതൽ വീടുകൾ കമ്പയർ ചെയ്യാനും ഇൻവെൻട്രി ആവശ്യത്തിനുണ്ട്. അതുപോലെ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ ഒരു അവസ്ഥയെപ്പറ്റി മാർക്കറ്റ് എക്സ്പേർട്സ് പറയുന്നത് ഇതൊരു ക്രാഷിംഗ് അവസ്ഥയിലേക്കല്ല പോകുന്നത്, ഒരു ഗ്രൈൻഡിങ് സ്റ്റേജ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റി പറയുന്നത് ഇങ്ങനെ വീടിൻ്റെ പ്രൈസ് കുറച്ചൊന്ന് താഴ്ന്നപ്പോഴത്തേക്കും കൂടുതൽ ആൾക്ക് അഫോർഡബിലിറ്റി കൂടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ജോബ് മാർക്കറ്റൊക്കെ കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെട്ട് വരികയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ അവർക്ക് ഇൻകം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്റ്റേബിൾ ആകുകയും കൂടുതൽ ആൾക്കാർക്ക് മേടിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാർക്കറ്റ് വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ റേറ്റ്സ് ഒക്കെ ഒന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരികയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറി മറിഞ്ഞ് കുറച്ചുകൂടി ഒരു ഡിമാൻഡിലേക്ക് വരാനുള്ള സാഹചര്യവും ഇപ്പോഴും മാർക്കറ്റിൽ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നാണ് മാർക്കറ്റ് എക്സ്പേർട്സ് പറയുന്നത്. ഒരു ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ നമുക്ക് വീട് മേടിക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാർക്കറ്റ് സാഹചര്യങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണർ, വാട്ടർലൂ, കേംബ്രിഡ്ജ്, ഗോൾഫ് ഈ ഒരു പരിസര പ്രദേശത്തു നിന്നുള്ള ടൗണുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വീട് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ നൈസ് ഡേ.